ഹായ് ഹലോ. ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ടൈലറിംഗ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൈലറിംഗ് ക്ലാസ് മുന്നോട്ടും കാണണം എന്നുള്ളവരൊന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ എനിക്കും മുന്നോട്ട് വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു പ്രചോദനം കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസും ഒക്കെയാണ് എന്നെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ചാനലിനകത്ത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാനും മടിച്ചു പോകും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാവേ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളൊരു കാര്യം, ഞാൻ ഭയങ്കര പ്രോയോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടോ ഒന്നുമല്ല. ഞാനും പഠിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. ഞാനും യൂട്യൂബിൽ കൂടെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ തെറ്റുകൾ വരുത്താറുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്കൊരു മിസ്റ്റേക്ക് വന്നാൽ അത് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ ടൈലറിങ്ങിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കുമ്പോഴത്തേനും അത് കറക്റ്റാണെന്ന് തോന്നുന്നതോ ആയ കാര്യങ്ങൾ മാത്രം എടുത്തേച്ചാൽ മതി. ഓക്കെ. മെഷർമെൻറ്റ്സ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മുടെ കയ്യിലിരിക്കേണ്ടത് ഒരു ഇഞ്ച് ടേപ്പ് ആയിരിക്കണം. ചിലർ സെൻറ്റിമീറ്ററിലായിരിക്കും അളക്കുന്നുണ്ടാവുക, പക്ഷെ നമ്മൾ ഇതിനകത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഇഞ്ച് കണക്കാണ്. അതുകൊണ്ട് ഒരു ഇഞ്ച് ടേപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം. നല്ല നീറ്റായിട്ടുള്ള ഒരു ഇഞ്ച് ടേപ്പ് ആയിരിക്കണം. അവിടെ എവിടെയൊന്നും കട്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോഴത്തേനും അതിനനുസരിച്ച് ചേഞ്ചസ് വരാം. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഒരു ഇന്നർ വെയർ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ബ്ലൗസൊക്കെ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ ഇന്നർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്ചറൊക്കെ ഇപ്പോൾ സാഗി ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റിങ് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റ് പോസ്റ്ററിൽ നിൽക്കണം. ഇങ്ങനെ ചിലർ നമ്മൾ അളവെടുക്കുമ്പോഴത്തേനും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞു കൂടിയൊക്കെ നിൽക്കും. അങ്ങനെ നിൽക്കാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിന്നുകൊണ്ട് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് മെഷർമെൻറ്റ് എടുക്കുന്നതിനേക്കാളും എപ്പോഴും ബെറ്റർ മറ്റൊരാളെ കൊണ്ട് മെഷർമെൻറ്റ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. കാരണം ചില അളവുകളൊന്നും നമുക്ക് ഇപ്പോൾ ബാക്കിലത്തെ മെഷർമെൻ്റ് ഒക്കെ നമുക്ക് കുറച്ച് ശ്രമകരമായിരിക്കും നമ്മൾ തന്നെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ വെച്ചേക്കണേ. പിന്നെ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ മാക്സിമം ഒരു ബ്ലൗസ് കറക്റ്റ് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഇട്ടുകൊണ്ട് തന്നെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് എന്നാലേ ആ ഡാർട്ടുകൾ അല്ലെങ്കിൽ ആ പോയിന്റുകൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം പറ്റുവാണെങ്കിൽ നല്ലൊരു കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള ബ്ലൗസ് ഇട്ടിട്ട് മെഷർമെൻറ്റ് എടുക്കാം. മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യും. ഇപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം കൂട്ടണം എന്ന് തോന്നുവാണെങ്കിൽ കൂട്ടിയെടുക്കാം. അതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ഒരു ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൗസിൻ്റെ ലെങ്താണ്. ലെങ്ത് നമുക്ക് 2 രീതിയിൽ എടുക്കാൻ പറ്റും. 2 രീതിയിലും നമ്മൾ എടുത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒന്ന് നമുക്ക് ബാക്ക് സൈഡിൽ, അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇഞ്ച് ടേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതാണ് ഇഞ്ച് ടേപ്പ്. ഇതിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് സർട്ടൻ നമ്പേഴ്സ് ഉണ്ടല്ലോ, കറക്റ്റ് നമ്പേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇഞ്ച് കണക്ക്. ഈ ഇഞ്ച് കണക്കിൽ ഇടയിലുള്ളത് ഇപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ ഒരു ലൈൻ കണ്ടില്ലേ, ഇത് നമുക്ക് 1/2 ഇഞ്ചായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ളത് 1/4 ഇഞ്ച്, ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലൗസ് മെഷർമെൻ്റ് എടുക്കുമ്പോഴത്തേന് ലെങ്ത് എടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും ആദ്യം നമ്മളിതാ തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് ഈ നെക്കിൻ്റെ ഈ ഭാഗമില്ലേ, ഇവിടം കൊണ്ട് ഈ കറക്റ്റ് ഷാർപ്പ് നെക്കിൻ്റെ അവിടെയല്ല, ആ സ്ലാൻഡിങ് വന്ന് നിൽക്കുന്നിടത്തുനിന്ന് ടേപ്പ്, ഇഞ്ച് ടേപ്പ് ഈ തുമ്പില്ലേ, ഈ തുമ്പ് മുകളിൽ വെച്ച് കൊടുത്ത ശേഷം എവിടം വരെയാണോ നമുക്ക് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് അത് നോക്കി എടുക്കുക. സാധാരണഗതിയിൽ 13 തൊട്ട് 15 വരേക്കും നമ്മൾ സാധാരണ സൈസ് അനുസരിച്ചിട്ട് ബ്ലൗസിന് ലെങ്ത് വെക്കാറുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക് സൈഡിലെ ലെങ്ത് എത്രയാണോ അത് എഴുതി വെക്കുക. ഇനി ലെങ്ത് ഫ്രണ്ടിൽ നിന്നും എടുക്കണം. കാരണം ഞാൻ പറയാം, ഇതേപോലെ തന്നെയാണ് ലെങ്ത് എടുക്കേണ്ടത്. നെക്കിൻ്റെ ഇപ്പുറത്തേക്ക് തൊട്ടിപ്പുറത്തേക്കായിട്ട് ടേപ്പിനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബസ്റ്റിൻ്റെ മുകളിൽ കൂടെ വന്ന് അണ്ടർ ബസ്റ്റിൻ്റെ അതിലേക്കൂടെ വന്നിട്ട് നമുക്ക് എവിടം വരെയാണോ ലെങ്ത് വേണ്ടത് അത് നോട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം.
ബാക്കിലെ ലെങ്തും ഫ്രണ്ടിലെ ലെങ്തും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ബാക്കിൽ ഒരു 13 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് ചിലപ്പോൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതേ ആൾക്ക് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ 2 ഇഞ്ചോ 3 ഇഞ്ചോ വ്യത്യാസം ഉണ്ടാവും. കാരണം നമുക്കിവിടെ ബസ്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് ലെങ്ത് മാറുന്നുണ്ട്. ഇപ്പോൾ ചിലർ ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ തയ്ച്ച് കഴിയുമ്പോഴത്തേനും ഫ്രണ്ടിലേക്ക് കയറി പോകുന്നു. ഇപ്പോൾ ബ്ലൗസ് ഇവിടെയാണ് വന്ന് നിൽക്കേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് എടുത്തത് 14 ഇഞ്ചൊക്കെ ആയിരിക്കാം, പക്ഷേ ഇട്ട് കഴിയുമ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രം ഒരുപാട് മുകളിലേക്ക് കയറി പോകുന്നതായിട്ടൊക്കെ പറയാറുണ്ട്. ചില സമയത്ത് 3 ഡാറ്റ് ബ്ലൗസിന് അങ്ങനെ പറയാറില്ല, കാരണം നമ്മൾ അതനുസരിച്ചുള്ള കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ ഈ 2 മെഷർമെൻറ്റ് നമ്മൾ എടുത്തു വെക്കണം. ഫ്രണ്ടിൻ്റെ ടോട്ടൽ ലെങ്തും ബാക്കിൻ്റെ ടോട്ടൽ ലെങ്തും എഴുതി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ എടുക്കുന്നതിനും തിരിഞ്ഞ് നിൽക്കുക. തിരിഞ്ഞ് നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഈ കൈ ബോഡിയിലേക്ക് ഷോൾഡറിന് അങ്ങോട്ടേക്ക് ചേരുന്നിടത്ത് ഒരു എല്ലുണ്ട്, ഒരു ബോണുണ്ട്. ഈ ഒരു ബോണിൽ നിന്നും ഇപ്പുറത്തെ ബോൺ വരേക്കുമാണ് നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒത്തിരി മുകളിലേക്കും പോകരുത്, ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടും പോകരുത്. ഇവിടെ കൂടെ കഴുത്തിൻ്റെ മേളിൽ കൂടെ വേണം നമുക്കിത് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ മെഷർമെൻറ്റും എടുത്ത് വെക്കുക. ഇപ്പം 2 മെഷർമെൻറ്റായി, 1 ലെങ്തായി, 2 ഷോൾഡറായി. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ റൗണ്ടാണ്. ആം ഹോൾ റൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആദ്യമേ കൈ ഇങ്ങനെ വെച്ച ശേഷം ടേപ്പിന് ഇങ്ങനെ വട്ടം ചുറ്റിച്ചെടുക്കണം. വട്ടം ചുറ്റിച്ചെടുത്തിട്ട് നമ്മൾ റഫായിട്ട് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പോൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും അധികമായിട്ട് ലൂസ് പിടിക്കുകയോ അധികമായിട്ട് ടൈറ്റ് പിടിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവാം, ഓരോ മെത്തേഡ് ഉണ്ടാവാം. ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കി ഞാൻ പഠിച്ചിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ചിലർ ഇങ്ങനെ ഒരു വിരലൊക്കെ കയറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടാവാം. ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. കറക്റ്റ് മെഷർമെൻറ്റ് എന്താണോ അതനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് നമ്മൾ ലൂസ് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ആം ഹോള് മെഷർമെൻറ്റ് എടുക്കേണ്ടത് എങ്ങനെ, കൈ ഇങ്ങനെ ഒന്ന് പിടിച്ച ശേഷം ടേപ്പിനെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുത്തിട്ട് കറക്റ്റ് റൗണ്ട് പിടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സ്ലീവ് വന്ന് നിൽക്കുന്ന ഇത് കണ്ടില്ലേ, ഇവിടാണ് സ്ലീവും കക്ഷക്കുഴി നമ്മൾ പറയുന്ന സ്ഥലം, അത് വന്ന് മീറ്റ് ചെയ്യുന്നിടത്ത് വേണം നമ്മൾ ഈ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് കേട്ടോ. ലൂസ് ആക്കുക ചെയ്യരുത്, ഒരുപാട് ടൈറ്റ് ആക്കുകയും ചെയ്യരുത്. ഈ ടേപ്പ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പോലെ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വേണം ആ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇപ്പോൾ ആം ഹോളായി. ഇനി ഞാൻ എപ്പോഴും പല പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, എക്രോസ് ഫ്രണ്ട് എക്രോസ് ബാക്ക് എന്ന് തന്നെ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, എക്രോസ് ബാക്ക് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ആദ്യം ഷോൾഡർ എടുത്തെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഇതുണ്ടോ, നമ്മുടെ ഈ ഷോൾഡറിൽ നിന്ന് നമ്മുടെ അപ്പർ ചെസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ഷോൾഡറിൽ നിന്ന് അപ്പർ ചെസ്റ്റ് ഭാഗം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, നേരെ നിൽക്കുമ്പോൾ നമുക്കിവിടെ ഒരു ചുളുക്കം കാണാം. ഇവിടെ ആണ് നമ്മുടെ എക്രോസ് ഫ്രണ്ട് അല്ലെങ്കിൽ എക്രോസ് ബാക്ക് എടുക്കേണ്ട മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ അതായത് കറക്റ്റ് അപ്പർ ചെസ്റ്റ് എവിടെയാണോ അവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ എടുക്കണം. കാണിച്ചു തരാവേ. ഇപ്പോൾ ഇവിടെ നമുക്ക് ആം ഹോൾ വന്ന് ഇവിടെയാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്നും ഈ സൈഡിലേക്കുള്ള മെഷർമെൻറ്റാണ് എക്രോസ് ബാക്ക് എന്നുള്ള മെഷർമെൻറ്റ്. ചിലർക്ക് കറക്റ്റ് ഷോൾഡർ തന്നെ ആയിരിക്കും ചിലർക്ക് എക്രോസ് ബാക്കായിട്ട് വരുന്നത്, ചിലർക്ക് കൂടിയിരിക്കും. കുറയുന്ന സാധ്യത വളരെ കുറവാണ്. അതായത് നമുക്കറിയാമല്ലോ, പുറത്തിന് നമുക്ക് വിരിവല്ലേ വരുന്നത്, ഇങ്ങോട്ടേക്ക് വിരിഞ്ഞല്ലേ പുറം നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ എക്രോസ് ബാക്ക് ഒരു കാരണവശാലും കുറഞ്ഞു പോവില്ല. ഒന്നെങ്കിൽ നമുക്ക് കൂടുതലായിരിക്കും. ഇപ്പോൾ 14 ഇഞ്ച് ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് എക്രോസ് ബാക്ക് എന്ന് പറയുന്നത് 15 ഇഞ്ചായിരിക്കാം. ഇനി ചില ആൾക്കാർക്ക് 14 ഇഞ്ചാണ് ഷോൾഡർ എന്നുണ്ടെങ്കിൽ എക്രോസ് ബാക്കും 14 ഇഞ്ചായിരിക്കാം. അപ്പോൾ എക്രോസ് ബാക്ക് പഠിച്ചു. ഇനി നമുക്ക് വേണ്ടത് എക്രോസ് ഫ്രണ്ട് എന്നുള്ള മെഷർമെൻ്റ് ആണ്. സെയിം കാര്യം തന്നെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മെഷർമെൻറ്റ്. നമ്മുടെ ആ കൈക്കുഴി അല്ലെങ്കിൽ ഈ ആം ഹോളിൻ്റെ ഈ ഭാഗമില്ലേ, ഇവിടം തൊട്ട് ചെസ്റ്റ് കവർ ചെയ്ത് ഇപ്പറ വരേക്കുള്ള മെഷർമെൻ്റാണ് നമ്മൾ എക്രോസ് ഫ്രണ്ട് എന്ന് പറയുന്ന മെഷർമെൻറ്റ്. ഇനി നിങ്ങൾ ചോദിക്കാം, ഈ എക്രോസ് ഫ്രണ്ട് എന്തിനാണ് എടുക്കുന്നതെന്നുള്ളത്. നമ്മൾ ഫുൾ ഷോൾഡർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ചില കേസസ് ഉണ്ട്.
ഇപ്പോൾ കോളർ നെക്ക് ആയിക്കോട്ടെ, ക്ലോസ് നെക്ക് ആയിക്കോട്ടെ, ബേസിക് ബോഡി പാറ്റേൺ ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ നമ്മൾ ഷോൾഡറിനെ കുറച്ച് കൊടുക്കില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ചിട്ട് നമ്മൾ ഷോൾഡറിനെ കുറച്ച് കൊടുക്കും. എന്തുകൊണ്ടാണ് ഷോൾഡർ കുറച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗത്ത് തുണി ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ സൈഡിലേക്ക് വിരിഞ്ഞു തരും. അപ്പോൾ നമുക്ക് ആ ക്ലോത്തിനെ നമ്മുടെ ഷോൾഡറിലേക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾഡറിനെ കുറച്ച് കൊടുക്കുന്നത്. അതായത് സൈഡിലേക്ക് പോകുന്ന ആ തുണിനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതിലേക്ക് ബാലൻസ് ചെയ്ത് നിർത്തുന്നു. പക്ഷേ ഈ ഫുൾ ഷോൾഡർ കൊടുക്കുന്ന കേസുകളിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തൊന്നും മാറുന്നില്ല, തുണി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ എക്രോസ് ട്രെൻഡിനനുസരിച്ച് കുഴിച്ച് വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും ഭാഗം ചുളിഞ്ഞ് കിടക്കും. ഇത് ഒഴിവാക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടാവും, പക്ഷെ പോകെയുള്ള ക്ലാസ്സുകൾ വരുമ്പോഴേക്കും നിങ്ങൾക്കത് ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഈ മെഷർമെൻറ്റ് എടുത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പർ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. അപ്പർ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് നമ്മുടെ ഈ കശക്കുഴി അല്ലെങ്കിൽ കൈക്കുഴിയുടെ ഇവിടെ കൂടെ വരുന്ന പോലെ കൈ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി എടുത്തിട്ട് അപ്പർ ചെസ്റ്റിൻ്റെ മുകളിൽ കൂടെ വന്ന് ഇങ്ങനെ നിർത്തണം. ഉണ്ടോ? അപ്പർ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബസ്റ്റിൻ്റെ മുകളിലായിട്ട് വരുന്നത്, നമ്മൾ ബസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗമില്ല, ഞാൻ പറഞ്ഞില്ല അണ്ടർ ആംസ് വന്ന് നിൽക്കുന്നതിൻ്റെ മുകളിൽ കൂടെ വരുന്ന മെഷർമെൻ്റാണ് അപ്പർ ചെസ്റ്റ് മെഷർമെൻറ്റ്. ഇനി നമുക്ക് വേണ്ടത് പോയിൻറ്റുകളാണ്, താഴേക്കുള്ള മെഷർമെൻറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷോൾഡറിൽ നിന്ന് നമ്മുടെ പോയിൻ്റ് വരെയുള്ള പോയിൻ്റ് എന്നല്ലെങ്കിൽ എപ്പെക്സ് പോയിൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന മെഷർമെൻ്റാണിത്. അതായത് നമ്മുടെ ബസ്റ്റിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ആ ഭാഗമാണ് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാരുടെ ബോഡി സ്ട്രക്ചറിന് ചിലപ്പോൾ അത് കുറച്ച് താന്നിട്ടൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. പക്ഷെ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു ഇന്നർ ഇട്ടെടുക്കുമ്പോഴത്തേനും നമുക്ക് അത്രയും ഡെപ്തിൽ പോവില്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട്. അതും അല്ലെങ്കിൽ നമ്മുടെ ഈ ബസ്റ്റിൻ്റെ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇതായിരിക്കണം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നെക്കിൻ്റെ ഇവിടെ നിന്നും ഈ പോയിൻ്റ് വരേക്കുള്ള ആ മെഷർമെൻറ്റ് എടുക്കാം. ഇതാണ് നമ്മുടെ എപ്പെക്സ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എടുക്കേണ്ട മെഷർമെൻറ്റ് എപ്പെക്സ് ടു എപ്പെക്സ് എന്നുള്ള മെഷർമെൻറ്റാണ്. അതിന് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റ് വരേക്കുള്ള ആ മെഷർമെൻറ്റാണ് എപ്പെക്സ് ടു എപ്പെക്സ് എന്നുള്ളത്. ഇനി നമുക്ക് എടുക്കേണ്ടത് എപ്പെക്സ് എടുത്തെടുത്തു നിന്ന് നമ്മുടെ ഫുൾ ബസ്റ്റിൻ്റെ മെഷർമെൻറ്റും എടുക്കണം. ഫുൾ ബസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ചുറ്റിയെടുത്തിട്ട് നമ്മുടെ ബസ്റ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ആ ഭാഗത്തു നിന്ന് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗമാണ് നമ്മുടെ ബസ്റ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറിൽ നിന്ന് ഈ ഡാർട്ട് വരെ ഉള്ള ആ മെഷർമെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ഷോൾഡറിൽ നിന്ന് പോയിന്റ് വരെയുള്ള മെഷർമെൻ്റ് എടുത്തു. അവിടെ നിന്ന് നേരെ താഴേക്ക് കൊണ്ടുവന്ന് ഈ ബസ്റ്റ് അവസാനിക്കുന്നിടത്തും ഉള്ള മെഷർമെൻറ്റ് നമ്മൾ എടുക്കണം. അതിനെ നമുക്ക് ഡാർട്ട് ലെങ്ത് എന്നോ എങ്ങനെ വേണോ പറയാം, ഷോൾഡർ ടു ഡാർട്ട് എന്നോ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് എന്തോരമാണോ വന്ന് നിൽക്കുന്നത്, ആ ബസ്റ്റിൻ്റെ ഷേപ്പ് എന്തോരമാണോ വന്ന് നിൽക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡാർട്ടിൻ്റെ ലെങ്ത് പോലെ. ഇനി നമുക്ക് എടുക്കേണ്ട മെഷർമെൻറ്റ് അണ്ടർ ബസ്റ്റ് റൗണ്ടാണ്. അണ്ടർ ബസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ ഡാർട്ട് വന്ന് അവസാനിക്കുന്ന ഈ ഭാഗമില്ലേ, അവിടുത്തെ വണ്ണമാണ് എടുക്കേണ്ടത്. ഡാർട്ട് വന്ന് അവസാനിക്കുന്നിടത്ത് വണ്ണം, അതും ഇതുപോലെ തന്നെ റൗണ്ടാക്കി എടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലർക്കൊക്കെ നമുക്ക് ഒരുവിധം എല്ലാവർക്കും അണ്ടർ ബസ്റ്റിനേക്കാളും കുറച്ച് വണ്ണം കൂടുതലായിരിക്കും വേസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അണ്ടർ ബസ്റ്റും വേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം അണ്ടർ ബസ്റ്റ് എന്നുള്ള മെഷർമെൻറ്റ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ബ്ലൗസിൻ്റെ ലെങ്ത് അവസാനിക്കുന്നിടത്തെ ഉള്ള മെഷർമെൻറ്റ്, അത് നമുക്ക് വേസ്റ്റ് റൗണ്ട് എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റും നമ്മളിവിടെ എടുത്തു. ഒരുവിധം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ബേസിക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് നെക്കിൻ്റെ ഇറക്കം. ഷോൾഡറിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് നെക്ക് എത്രത്തോളം വേണോ അതെടുക്കുക. ബാക്കിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്രത്തോളം കഴുത്തിൻ്റെ ഇറക്കം വേണം എന്നുള്ളത് നോക്കിയിട്ട് അതും എടുക്കുക. ഇതിനകത്തൊന്നും വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. ഇനി നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് എടുക്കേണ്ട മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പ് 2 രീതിയിൽ നമുക്ക് എടുക്കാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം,
നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ചെരിവ്, നെക്ക് ഇവിടെയും ഷോൾഡർ ഇവിടെയാണ് വന്നേക്കുന്നത്. ഇതെല്ലാവർക്കും ഒരു സ്ലോപ്പ് ഉണ്ടാവും. പക്ഷെ ചിലർക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നെ സംബന്ധിച്ച് അധികം സ്ലോപ്പ് ഇല്ല ഇവിടെ. പക്ഷെ ചിലർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നല്ല സ്ലോപ്പ് ആയിരിക്കും, നന്നോണം ചെരിഞ്ഞിട്ടായിരിക്കും ഷോൾഡർ ഉണ്ടാവുക. അപ്പം നമ്മൾ ഇതനുസരിച്ച് ഈ സ്ലോപ്പ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് പ്രശ്നങ്ങൾ വരും. കഴുത്ത് ഇവിടെ കയറി വന്നെന്നിരിക്കാം, ആം ഹോളിൻ്റെ ഇവിടെ ചുളിഞ്ഞു വന്നെന്നിരിക്കാം, ഈ ഭാഗമൊക്കെ ചുളിഞ്ഞും മടങ്ങിയൊക്കെ, അല്ലെങ്കിൽ ക്ലോത്ത് ഒരുപാട് വന്ന് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് വരും. അത് ഈ പറഞ്ഞ പോലെ ചില പാറ്റേൺസിനകത്താണ് വരുന്നത്. ഈ കോളർ പോലെയുള്ള, ക്ലോസ് നെക്ക് വരുന്ന പോലെയുള്ള പാറ്റേൺസിനകത്താണ് നമുക്കത് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ സ്ലോപ്പ് എങ്ങനെയാണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നെക്കിൽ നിന്നും താഴേക്ക് നമ്മുടെ ഈ പോയിന്റ് വരെയുള്ള ലെങ്ത് ആദ്യമേ നോക്കി വെക്കുക. ഇത് എ ലെങ്ത് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഷോൾഡർ അവസാനിക്കുന്നിടത്തുനിന്ന് ഈ പോയിന്റ് വരെയുള്ള ലെങ്ത് നമ്മൾ എടുത്തു വെക്കുക. അപ്പോൾ 2 മെഷർമെൻറ്റ് നമുക്കിവിടെ കിട്ടി. ഇതിപ്പോൾ ഒരു 10 ഇഞ്ചാണ് കിട്ടിയെന്ന് വിചാരിക്കേ, ഇതൊരു 9 ഇഞ്ചുമാണ് കിട്ടിയെന്ന് വിചാരിക്കേ. ആ 10ൽ നിന്നും ഈ ഫസ്റ്റത്തെ ലെങ്തിൽ നിന്ന് ഈ സെക്കൻഡത്തെ ലെങ്ത് കുറച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ 10ൽ നിന്ന് 9 കുറച്ച് കഴിയുമ്പോൾ ഒരു ഇഞ്ച്. അപ്പോൾ ഈ 1 ഇഞ്ചായിരിക്കും നമുക്ക് സ്ലോപ്പായിട്ട് ഉണ്ടാവുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ലീവാണ്. സ്ലീവ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജോയിൻ്റ് ഉണ്ടല്ലോ, ഷോൾഡറും സ്ലീവും തമ്മിൽ വരുന്ന ഈ ബോൺ, ആ ബോണിൻ്റെ അവിടെ നിന്നും നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എന്തോരമാണോ വേണ്ടിയത് അത് എടുക്കുക. പൊതുവേ നമുക്ക് സ്ലീവ് എന്ന് പറഞ്ഞാൽ ക്യാപ് സ്ലീവ് ഉണ്ട്, ഷോർട്ട് സ്ലീവ് ഉണ്ട്. ഷോർട്ട് സ്ലീവ് എന്ന് പറഞ്ഞാൽ ചെറിയ, ക്യാപ് സ്ലീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചെറിയ സ്ലീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ലീവ് ഉണ്ട്, സ്ലീവ് ഇല്ല എന്ന് ചോദിച്ചാൽ സ്ലീവ് ഇല്ല, ആ ഒരു ടൈപ്പ്. പിന്നെ ഷോർട്ട് സ്ലീവ് എന്ന് പറഞ്ഞാൽ ഒരുവിധം ഈ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇതായി എൽബോ സ്ലീവ്, പിന്നെ 3/4 സ്ലീവ്, പിന്നെ ഫുൾ സ്ലീവ്. പിന്നെ ഇതിനകത്ത് പാറ്റേൺസ് ആണല്ലോ കയറി ഇറങ്ങി വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്ലീവ് ലെങ്ത് വേണ്ടത് അതനുസരിച്ച് ആ ലെങ്ത് എടുക്കുക. എന്നിട്ട് അവിടുത്തെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നിടത്തുള്ള വണ്ണം എടുക്കുക. പറയുന്ന ഒരു എൽബോ സ്ലീവാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കൈമുട്ടിൻ്റെ മുകളിലായിട്ട് വേണം എൽബോ സ്ലീവ് വരാനായിട്ട്. അവിടുത്തെ മെഷർമെൻറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കുക. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുക്കുക. പിന്നെ ഉറപ്പായിട്ടും എടുത്തിരിക്കേണ്ട മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മസിലിൻ്റെ ഇവിടുത്തെ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ, ബൈസെപ്സോ അങ്ങനെ എന്താണ് പറയുന്നത്. അപ്പം ആ മെഷർമെൻറ്റ് എടുത്ത് വെക്കുക. കാരണം ചിലർക്ക് ഈ വണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. അത് നമ്മൾ നോക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു മെഷർമെൻ്റ് ഒന്ന് പ്രത്യേകം എഴുതി വെക്കുക. ഓക്കെ, സ്ലീവിൻ്റെ ലെങ്ത് എടുക്കണം, സ്ലീവിൻ്റെ ലെങ്ത് വരുന്നിടത്തുള്ള മെഷർമെൻറ്റ്സും വണ്ണവും എഴുതി വെക്കണം കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഈ സൈഡിലെ ഈ മെഷർമെൻറ്റില്ലേ ഇതും കൂടെ ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കുമേ. അതായത് നമ്മുടെ ആം ഹോളിൽ നിന്നും നമ്മുടെ ബ്ലൗസ് അവസാനിക്കുന്ന ആ ലെങ്ത് ഇത് നമ്മൾ ഒന്ന് എടുത്തു വെക്കണം കേട്ടോ. കാരണം ചില കേസിൽ നമുക്ക് അറിയാതെ സൈഡെല്ലാം ഇങ്ങനെ കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ ഇത് കണ്ടമാനം കുറഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഈ മെഷർമെൻ്റ് ഒന്ന് നോക്കി വെക്കണം. അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല, കൂടുതലാണോ കുറവാണോ എന്നുള്ള കൺഫ്യൂഷൻ വരത്തില്ല. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെഷർമെൻറ്റും കൂടെ എടുത്ത് വെക്കണേ. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ചിലപ്പോൾ ചിലർ അളവ് ബ്ലൗസൊക്കെ തരുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാക്ക് കുറവും ഫ്രണ്ട് കൂടുതലും ഒക്കെ ആയിട്ട് വരുന്ന രീതിയിലുള്ള കട്ടിങ്ങുകൾ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ബാക്ക് ഭാഗത്ത് ബസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുമല്ലേ. അതേസമയത്ത് ഫ്രണ്ടിൽ നമ്മുടെ ബസ്റ്റ് ഉള്ളത് കാരണം ഇവിടെ നമുക്ക് ഷേപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡാർട്ടും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഈ ഫ്രണ്ട് ഭാഗത്തേക്കല്ലേ. അപ്പോൾ 2 രീതിയിൽ നമ്മൾ സാധാരണ കട്ട് ചെയ്യാറുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ 4 ആക്കി ഉള്ള കട്ടിങ്, രണ്ടാമത്തതാണ് കറക്റ്റുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്ക് സെപ്പറേറ്റ് ഫ്രണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതായത് ബാക്കിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ബാക്കും ഫ്രണ്ടിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഫ്രണ്ടും ചെയ്തെടുക്കുന്ന രീതി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുൾ ബസ്റ്റ് റൗണ്ട് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ ഫുൾ ബസ്റ്റ് റൗണ്ട് എടുക്കണം. ആ കൂടെ തന്നെ ഈ ബസ്റ്റിൻ്റെ ഇവിടെയുള്ള സൈഡ് ടു സൈഡ് എന്നുള്ള ഈ സൈഡിൽ നിന്ന്
ഇപ്പുറത്തെ സൈഡ് വരേക്കും ഈ ബസ്റ്റ് കവർ ചെയ്ത പോലെ ബസ്റ്റിൻ്റെ ആ ലൈൻ വരുന്നിടത്ത് കൂടെ നമ്മൾ ഇങ്ങനെയും കൂടെ മെഷർമെൻ്റ് എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഫുൾ ബസ്റ്റ് റൗണ്ട് ഒരു 32 വിചാരിക്കുക. ഈ 32-ൽ നിന്ന് ഈ ബാക്ക് സൈഡിലെ മെഷർമെൻറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഫ്രണ്ടിലേക്ക് എന്തോരം വേണം എന്നുള്ളത് നമുക്ക് കിട്ടും. ഇത് ഈ ബസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ള മെഷർമെൻ്റ് ഒന്നും അത് പ്രശ്നമില്ല കേട്ടോ. അപ്പം അത്രയൊക്കെയുള്ള നമ്മുടെ ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റ. അടുത്ത വീഡിയോ കാണാതെ.